ലെമീൻ യമാൽ അങ്ങനെ ബാഴ്സലോണയുടെ നമ്പർ 10 ജേഴ്സി അണിയാനായിട്ട് പോവാണ് ഈ സീസണിൽ. അതിൽ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കേണ്ടതായിട്ടുണ്ട്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലരും പറയുന്നത് ഓൻ്റെ കളിയൊക്കെ കൊള്ളാം, പക്ഷെ ഓൻ്റെ നാക്കുണ്ടല്ലോ കുറച്ചൊന്നും അല്ല, കുറച്ചധികം ഓവറാണെന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കണ്ടൻസും കാര്യങ്ങളൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് കൂടെ കൂടുക എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് കാര്യത്തിലേക്ക് കിടക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഓരോ ബാഴ്സലോണ ആരാധകരും നീണ്ട 13 വർഷം ആ നമ്പർ 10 ജേഴ്സി അണിഞ്ഞ മെസ്സി ആ നമ്പറിലേക്ക് വേറൊരാൾ വരുമ്പോൾ അതൊരു റീപ്ലേസ്മെന്റ് എങ്ങനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു സംശയമുണ്ട്. അൻസു ഫാത്തി വന്നെങ്കിലും അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കീപ്പ് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളതാണ്. എന്നാൽ ലെമീൻ യമാലിലേക്ക് അത് വരുമ്പോൾ ഒരാൾക്ക് ഒരു സംശയം ഉണ്ടാവില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ നമ്പർ 10 ജേഴ്സി അണിയുന്നതിന് മുമ്പ് തന്നെ അവന് ബാഴ്സലോണ എന്താണെന്നും അവനെ കൊണ്ട് എന്തൊക്കെ പറ്റും എന്നുള്ളതും അവൻ കാണിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ്. ആൻഡ് ഇനി ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ നാക്കാണ് എല്ലാത്തിനും പ്രശ്നം എന്നുള്ളതാണ്. കുറച്ച് കാലങ്ങൾ മുമ്പ് വരേക്കും മെസ്സിയിൽ കണ്ടിരുന്ന മറ്റൊരു ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ ഒന്നിനും പ്രതികരിക്കുന്നില്ല, അവൻ എല്ലാത്തിനും സൈലൻ്റ് ആണ്. അവനൊരു ലീഡറാണോ എന്നാണ് പലരും ചോദിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ സൈലന്റ് ആയാലും പ്രശ്നമാണ്, വൈലന്റ് ആയാലും നിങ്ങൾക്ക് പ്രശ്നമാണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ക്യാരക്ടറും കാര്യങ്ങളും ഒക്കെ തപ്പിപ്പോലേ പറ്റുള്ളൂ. കാര്യം കളിക്കളത്തിലെ കാര്യങ്ങൾ എടുത്ത് നോക്കാൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിക്കും നിങ്ങൾ വേർക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന പോലുള്ള സംഭവങ്ങളൊക്കെ വിട്. ബാഴ്സലോണയിൽ നമ്പർ 10 ജേഴ്സിയിൽ എന്തൊക്കെ ഇനി ഈ ചെറുക്കൻ കാട്ടിക്കൂട്ടുമെന്ന് നമുക്കൊന്ന് കാത്തിരുന്ന് കാണാമെന്ന്. എന്ത് തോന്നുന്നു ലെമീൻ യമാലിന്റെ 10ാം നമ്പർ ജേഴ്സിയിലുള്ള വരവിൽ? വാട്ട് ഡു യു തിങ്ക്?